രാത്രിയിൽ നിക്കോദിമോസ് വന്ന് പറഞ്ഞു, രാത്രിയിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ താനൊരു ഉപദേഷ്ടാവായിരുന്നു. യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാനൊക്കത്തില്ല. വെള്ളത്താലും ആത്മാവിനാലും ആമേൻ വീണ്ടും ജനിച്ചില്ലെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. നന്ദിയോടെ സ്തുതിക്കുന്നു. അതൊന്നും മാറ്റമുള്ള കാര്യങ്ങളല്ല കുഞ്ഞേ. ആ സന്തോഷം ഇന്ന് ഏതെങ്കിലും കാര്യത്തിൽ ലോകത്തിൽ എൻ്റെ പാസ്റ്റർ എനിക്കെല്ലാം ഉണ്ട്, എനിക്കെന്തിനാണ് ഈ ദൈവത്തെ, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്. കുഞ്ഞെ, നിന്നെ നോക്കി ലോകം പറയുന്നു നീ അരിഷ്ടനാണ്, നീ നഗ്നനാണ്, നീ ദരിദ്രനാണ്. യേശു വരുമ്പോഴാണെല്ലാം പോകുന്നത്. ഈ ലോകം കൊണ്ടെല്ലാം കഴിയും. ആമേ. ലാസറിൻ്റെ കല്ലറയ്ക്ക് വരുമ്പോൾ വചനം പറയുന്നത് നാറ്റവും വെച്ച് തുടങ്ങി 4 ദിവസം ജീർണിച്ചു. അവിടെ ദ്രവത്വം പ്രാപിച്ചു. എന്നാൽ യേശുവിൻ്റെ കല്ലറയിൽ എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല. ദാവീദ് പറയുന്നു, അവൻ്റെ കല്ലറ, ആ ദാവീദിന്റെ കല്ലറ ഇന്നുമുണ്ട്. ഇന്ന് ഈ അസ്ഥി വെല്ലുകളുമായി അനവധി വിശുദ്ധന്മാരുടെ കല്ലറകൾ കിടക്കുമ്പോൾ ഒരു കല്ലറ ഒഴിഞ്ഞു കിടക്കുന്ന empty grave. That's our righteousness. അതാണ് നമ്മുടെ നീതി. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിന്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞു. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. പോലീസ് പറയും, എൻ്റെ പുറമേ ആരുള്ള മനുഷ്യനെ കുറിച്ച് എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, അത് മണ്ണിനെ ഏൽപ്പിക്കേണ്ടതാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്, മണ്ണിനെ ഏൽപ്പിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ ഒരുവനെ കുറിച്ച് പ്രശംസിക്കും. കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കുന്നത് ഞാൻ അടങ്ങുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഭാഗം, വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് ജഡത്തിൽ. കാരണം ഈ വെളിപ്പാടുകളൊക്കെ വന്നാൽ ഈ ശരീരത്തിന് താങ്ങാനൊക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് താൻ വിളിച്ചു പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എങ്കിലും വേലയ്ക്ക് ഫലം വരുന്നെങ്കിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് അറിയുന്ന ആർക്ക് പറയാൻ കഴിയും? ഒരു ആത്മഹത്യ ചെയ്യുന്നവൻ അത് കണ്ടോണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവൻ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ചെയ്യുന്നത്. അവന് സഹിക്കാൻ കഴിയാത്തോണ്ടല്ലേ അവൻ ചെയ്യുന്നത്. അവൻ മുമ്പോട്ട് നിൽക്കാൻ കഴിയാത്തോണ്ടല്ലേ. അത് പരാജയമല്ലേ. അതിന്റെ എൻ്റെ അവൻ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നവന്റെ ആത്മാവ് എവിടെ പോകും? അവൻ കണക്ക് പറയണ്ടേ? ആത്മാവിന്റെ കൂടെ അവനോട് പറയണ്ടേ? ഈ ആത്മാവിലായവൻ ഈ പ്രശ്നത്തിൽ നിന്ന് മാറുന്നുണ്ടോ? ഞാൻ എപ്പോഴും പല വീഡിയോസും ഞാൻ പറഞ്ഞു, പ്രശ്നം 1000 മടങ്ങ് വർദ്ധിക്കുകയാണ്, ഇവിടത്തേക്കാൾ കൂടുതൽ. അതാണ് കർത്താവ് ധനവാന്റെയും ലാസറിന്റെയും ആത്മോടനം തുറന്ന് തരുക ദൈവം. ധനവാന്റെയും ലാസറിന്റെ ഉപം പറയുമ്പോൾ 2 പേരെ അടക്കി 2 സ്ഥലത്ത് എല്ലാവരും അറ്റൻഡ് ചെയ്തു. പക്ഷെ 2 പേരും പോയി 2 സ്ഥലത്തായിരുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ഒരുവൻ അബ്രഹാമിന്റെ മടി, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ പർദീസ, സ്വർഗം. ലാസർ ദരിദ്രനായോണ്ടല്ല, അത് വിവരിക്കാം. ഇവൻ ധനവാനായോണ്ടല്ല നരകത്തിൽ പോയ. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. കരുണ ചെയ്തില്ല അവനെ ആ വാഗ്ദത്തമാകുന്ന ആ കൃപയെ അവൻ സ്വീകരിച്ചില്ല. ഇവിടെ കിടക്കുമ്പോൾ ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അവന് കാണാം, ആത്മാവിന് കാണാം എവിടെയാണ് ലാസർ ഇരിക്കുന്നത്. അവൻ പറയുന്ന അവൻ്റെ ശരീരത്തിൻ്റെ വേദന സഹിക്കാമേ, ഫീലിംഗ് അവന് മനസ്സിലായി. ഇന്ദ്രിയം അവൻ്റെ എല്ലാം വർക്ക് ചെയ്യുകയാണ്. ശരീരത്തിൻ്റെ വേദന അവനറിയാം, കാണാം, അവന് ഫീൽ ചെയ്യുന്നു, അവന് ദാഹിക്കുന്നു. എനിക്കിത് സഹിക്കാൻ വയ്യ, ഈ ടോർമെന്റ് പ്ലേസിലാണ് ഞാൻ കിടക്കുന്നത്. ഇതെല്ലാം ആത്മാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾ ചിന്തിക്കും അവർ സ്വസ്ഥതയിലേക്ക് പോവല്ല, 1000 മടങ്ങ് ദണ്ഡനത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. ദൈവവചന പ്രകാരം ഞാൻ പറയാം. കൂടുതൽ കാര്യങ്ങൾ അറിയണേ നിങ്ങൾ വന്നാൽ ഞാനത് വ്യക്തമാക്കി തരാം. ഇത്തിരി പരിമിതിയുണ്ട് ഇതിനകത്തുള്ള പറയുമ്പോൾ. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. വീണ്ടും വലിയ പ്രശ്നത്തിലേക്കാണ് അവർ പോകുന്നത്. ഇവിടെ അവിടെ ആമേൻ താൻ ദൈവത്തോട് ചേരണമെന്ന് പറയും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കാംക്ഷയുണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം താൻ കാണാൻ വേണ്ടിയാണ്, വലിയ നന്മകൾ തനിക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. താൻ അവിടെ കണ്ട ആ സ്വർഗീയ സന്തോഷം, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ, കോടാനുകോടി ദൂതന്മാർ രാപകൽ ആരാധിക്കുന്നു, തേജസ്സിന്റെ സിംഹാസനം. നമ്മളെ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന പോലെ പളുങ്ക് നദീതീരം, അവിടെയുള്ള അനുഗ്രഹങ്ങൾ, അവിടെയുള്ള അത് കണ്ട് താൻ അവിടുത്തെ അത് കണ്ടിട്ട് താൻ പറയുവാ, നന്ദിയോടെ സ്തുതിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ ഇനി അതിയായി മനുഷ്യനല്ലേ നിഗളനം വരാം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിഗളനം വരാം. അതുകൊണ്ടാണ് താൻ പറയുന്നത്, എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക, എന്തോ പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള അഹങ്കാരങ്ങൾ വരാം. മനുഷ്യനാകുമ്പോൾ കുറവുകളുണ്ട്, ഏതെങ്കിലും തരത്തിലൊക്കെ ബലഹീനതയുള്ളവരാ മനുഷ്യർ. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ
നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം, വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ആ ശൂലം നമുക്ക് ഞാൻ പറയാതെ പലരും ചിന്തിക്കും ശൂലം എന്ന് പറയുമ്പോൾ താനെ ചിലർ പറയുന്നത് കടഭാരം, അജർവൻ രോഗങ്ങൾ. പൗലോസിനെ നമുക്ക് തന്നെ അറിയാം, ബലഹീനതയും താൻ പറയുന്നൊരു വാക്കുണ്ട്. വലിയ ഫിസിക്കൽ വലിയ സ്ട്രക്ചർ ആയിരുന്നില്ല, വലിയ ഹെൽത്തി മാനൊന്നുമല്ല. പക്ഷെ താനെ ചിലടത്ത് പറയുന്നുണ്ട്, നിങ്ങളെന്നെ സഹിച്ചു, എൻ്റെ ശരീരത്തിന് അങ്ങനെ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ വേദപുസ്തകം തൻ്റെ ബലഹീനതയെക്കുറിച്ച് പറയുന്നുണ്ട്. താൻ തളർന്നു പോകുന്ന പോലെ തനിക്ക് നമുക്കറിയാം, സാത്താൻ്റെ ദൂതൻ കുത്തുന്ന ശൂലമെന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റ് ഓഫ് ടോർമെൻ്റ് തന്നെയാണ്, പീഡനമാണ്. തൻ്റെ ശരീരത്തിനെ തനിക്ക് തന്നെ ഇങ്ങനെ മനസ്സിനെ ശരീരത്തിൻ്റെ പുറത്ത് യുദ്ധം, അകത്ത് ഭയം എന്നൊക്കെ താൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി ആ ശൂലം ഒരു പക്ഷേ തൻ്റെ ശരീരത്തിൽ മാത്രമല്ല, കള്ളസഹോദരന്മാരുടെ ആപത്ത്, നദികളുടെ ആപത്ത്, കൂടെ നിൽക്കുന്നവർ തെറ്റിപ്പോകുന്നു, മർക്കോസ് പിണങ്ങിപ്പോകുന്നു, അവരിങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, തനിക്കെതിരെ പൗലൂസിൻ്റെ പക്ഷം, പത്രൂസിൻ്റെ, ഇതൊക്കെ താൻ ആ ശൂലം എന്ന് പറയുമ്പോൾ സാത്താൻ തൻ്റെ ഉള്ളിൽ മാത്രമല്ല, തൻ്റെ ആ സർക്കിൾ, ആ ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ തൻ്റെ ആ ശുശ്രൂഷ മണ്ഡലങ്ങളൊക്കെ തനിക്ക് എതിർപ്പുകൾ നീങ്ങും. കള്ള സഹോദരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, കള്ള അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ എല്ലാം താനും ആ ശൂലം അതെല്ലാം കൂടെ കണക്ട് ചെയ്തായിരിക്കാം ഒരു പക്ഷേ താൻ നിഗളിച്ചു പോയിരിക്കേണ്ടതിന് ഇടത്തിൽ ശൂലം തന്നിരിക്കും. ഞാൻ നിഗളിച്ചു പോയിരിക്കണം, എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അവിടുന്ന് തനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു സന്ദേശം തരാം, ദൈവത്തിൽ നിന്നുള്ളത് ഏതാണെന്നും മനുഷ്യരിൽ നിന്നുള്ളത് ഏതാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിൽ നിന്നുള്ളതും സാത്താനിൽ നിന്നുള്ളത് തിരിച്ചറിയണം. ചിലർ ദൈവത്തിൽ നിന്നുള്ളതാണ് ഉപസിച്ച് അത് കളയും. ദൈവത്തിൽ നിന്നുള്ളതാണ് നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ ആ വിശ്വാസന പരിശോധന നിന്നെ കരുത്തരാക്കാൻ. യാക്കോബ് പറയും, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുള്ളവാക്കെന്നറിഞ്ഞ് അശേഷ സന്തോഷമാണ്. അത് നമ്മളെ തകർത്തുകളാണ്, നമ്മളെ പഠിപ്പിക്കാൻ, കരുത്തരാക്കാൻ. അത് ഉപസിച്ചൊന്നും കളയല്ലേ. പിശാചി നാളെ റെസിസ്റ്റ് ചെയ്യും, ഹി വിൽ ഫ്ലീ. അവനിൽ നിന്നുള്ളതിനെ ശാസിക്കണം, അവനിൽ നിന്നുള്ള തിരിച്ചറിയണം. നിങ്ങളുടെ അനുവാദമില്ല, നിങ്ങളുടെ വീടിൻ്റെ മുമ്പ് കോമ്പൗണ്ടിൽ നിങ്ങളുടെ സ്ഥലത്ത് ആരെങ്കിലും തെങ്ങും തൈ വെക്കാൻ വന്നാലും ദൈവികമല്ലാത്ത പുറത്തുനിന്നൊരാളോ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ എവിടെയെങ്കിലും കൊണ്ട് വേസ്റ്റ് ഇടാൻ സമ്മതിക്കുമോ? നിങ്ങൾ അതിനെ എതിർക്കണം. അതാണ് മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാനല്ല ശത്രു വരുന്നില്ല. ഞാൻ വന്നത് ജീവനെ തരാൻ. I came you may have life as abundantly. ഞാൻ വന്നത് ജീവനെ തരാനോ, സമൃദ്ധമായ ജീവൻ, ഒരു ബലം തരാനോ ഞാൻ വന്നത്. കരങ്ങൾ അടിച്ച് വായി തുറന്ന് ആത്മാവിൽ ദൈവത്തെ മാറ്റപ്പെടുത്തിക്കാണ് ഞാൻ വന്നത്. ജീവനെ തരാൻ, സമൃദ്ധമായ ജീവൻ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ ദൈവത്തെ എന്നുള്ളത് തിരിച്ചറിയണം. ഇദ്ദേഹത്തിന് വ്യക്തമായി സ്പിരിറ്റിൽ താൻ കാണുകയാണ്. ആ ശൂലം തന്നത് ദൈവമാണ് അനുവദിച്ചത്. പക്ഷെ സാത്താന്റെ ദൂതനാണ് കുത്തുന്നത്. സാത്താന്റെ ദൂതൻ കുത്തുമ്പോൾ എങ്ങനെ ആയിരിക്കും? അപ്പോൾ പൗലോസാട പെയ്യെ കുത്തിയാൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി, സാരമില്ല, അങ്ങനെ വല്ലതുമാണ്. ഹല്ലേലൂയ. പക്ഷെ അതിനെയൊക്കെ താങ്ങുന്ന ഒരു കൃപ വെളിപ്പെടുന്നുണ്ട്. അത് ഞാൻ പറയാൻ പോവാ. നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. തകർന്നിരിക്കുന്ന, പരാജയത്തിരിക്കുന്നതിന് മുമ്പിൽ വഴികളൊന്നും കാണുന്നില്ല. പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നിങ്ങൾ വിളിച്ചു പറയാം, നിനക്കത് കൃപയായി. അതുകൊണ്ടല്ലേ തന്നെ കല്ലെറിഞ്ഞ് തകർത്ത നായ്ക്കളെ വലിച്ചെറിയുന്ന പോലെ കാലെ പിടിച്ച് തന്നെ എറിയുമ്പോൾ ശൗരന്മാരൊന്ന് കര ഉയർത്തുമ്പോൾ താൻ എഴുന്നേറ്റ് വരികയാണ്. ഈ കൃപയൊന്ന് വെളിപ്പെട്ട് വന്നാൽ, ഈ ജീവനെന്ന് വെളിപ്പെട്ട് വന്നാൽ, അതാണ് ഈ പുള്ളി എഴുതാൻ കാരണം. നൊടിയായ ലഘുവായ കഷ്ടം അനവധി നിത്യ തേജസ്സിന്റെ ഘനം വരാൻ കാരണമാണ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. സേ വിത്ത് മീ, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധി നിത്യ തേജസ്സിന്റെ ഘനം വരാൻ കാരണമാ. സ്തോത്രം.